മറ്റൊരു വാർത്തയിലേക്ക്. പീഡന ആരോപണത്തിൽ സിനിമാ മേഖലയെ സംശയിച്ച നടൻ നിവിൻ പോളി ബലാത്സംഗ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ക്രൈംബ്രാഞ്ച് എഡിജിപിക്ക് നിവിൻ പോളി പരാതി നൽകിയിരിക്കുകയാണ്. സിനിമാ മേഖലയിൽ നിന്നുള്ള നീക്കമാണോ എന്ന സംശയമുണ്ട് എന്നും ഇക്കാര്യത്തിൽ അന്വേഷണം വേണം എന്നുമാണ് പരാതിയിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം ആയിരുന്നു നടി തന്നെ ഒരു യുവതി സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടു എന്ന പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നത്. വിദേശത്ത് വെച്ചായിരുന്നു ഇത്തരത്തിൽ പീഡനമുണ്ടായത് എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ആയിരുന്നു നിലനിന്നിരുന്നത്. ഡാൻ കുര്യൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, ഈ പരാതി, അതായത് യുവതി പരാതി പരസ്യമായി ഉന്നയിച്ചതിന്റെ തൊട്ടു പിന്നാലെ തന്നെ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു നിവിൻ പോളി. അപ്പോഴും ഈ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നു എന്ന് നിവിൻ പോളി പറഞ്ഞിരുന്നു. അതിപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് തന്നെയാണോ എന്ന സംശയം കൂടിയാണ് നിവിൻ പോളി കൂട്ടിച്ചേർക്കുന്നത്. എന്താണ് നിവിൻ പോളിയുടെ ആവശ്യം? അഭിലാഷ്, നിവിൻ പോളി ഈ ആരോപണം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ അത് നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് എഡിജിപി എച്ച് വെങ്കടേഷിന് അദ്ദേഹം സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ലക്ഷ്യമിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് ഈ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ നിന്ന് വ്യക്തമാക്കിക്കൊണ്ട് പരാതി നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തണമെന്ന് പരാതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കൃത്യമായ ഒരു കോൺസ്പിറസിയുടെ ഭാഗമായാണ് തനിക്കെതിരെ ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നതും ആ ആരോപണത്തിന്റെ കാരണവും നിജസ്ഥിതി എന്താണെന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി വിശദമായ അന്വേഷണം നടത്താൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിവിൻ പോളി ക്രൈംബ്രാഞ്ച് എഡിജിപി എച്ച് വെങ്കടേഷിന് ഇതുമായി ബന്ധപ്പെട്ട പരാതി കൈമാറിയിരിക്കുന്നത്. സ്വാഭാവികമായി ആ പരാതി കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം ലഭിച്ചിരിക്കുന്ന പരാതി എഡിജിപി തന്നെ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർക്ക് കൈമാറാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ നിവിൻ നൽകിയിരിക്കുന്ന പരാതിയുടെ പശ്ചാത്തലത്തിൽ വിശദമായി നിവിനിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷമായിരിക്കും തുടരന്വേഷണം. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് ഈ പരാതിയുമായി രംഗത്ത് വന്ന സ്ത്രീ മുമ്പോട്ട് വെച്ച തീയതികളിൽ അടക്കം ചില അവ്യക്തതകൾ ഉണ്ടായിരുന്നു. അത് ആ ഡേറ്റുകളിൽ നിവിൻ പോളി നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളൊക്കെ പിന്നീട് പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത് നിവിൻ പോളിയെ കുരുക്കുന്നതിന് വേണ്ടി ഗൂഢാലോചനയുടെ ഭാഗമായി സംഭവിച്ച കാര്യങ്ങളാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഒരു വശത്ത് നിന്ന് ഉയർന്നത്. അത് ശരിവെക്കുന്ന തരത്തിലാണ് നിവിൻ പോളി തന്നെ ഇപ്പോൾ പരാതിയുമായി എഡിജിപിക്ക് മുമ്പിൽ എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വിശദമായ അന്വേഷണം ഈ പരാതി ഉന്നയിക്കാനിടയായ സാഹചര്യം സംബന്ധിച്ച് നടക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഡാൻ, ഇതിലിപ്പോൾ ഈ പരാതിയുടെ ഉള്ളടക്കം മനസ്സിലാക്കുക എന്നത് പ്രയാസകരമാണ്. പക്ഷേ ഈ സിനിമാ മേഖലയിൽ നിന്ന് തന്നെയാണ് ഗൂഢാലോചന എന്ന് പറയുന്നത് അതീവ ഗൗരവതരമാണല്ലോ. അതിലേതെങ്കിലും തരത്തിലുള്ള സൂചനകൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേരുകൾ, മറ്റ് നീക്കങ്ങൾ അത് ഈ പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അത്തരം കാര്യങ്ങൾ അറിയാമോ? നമുക്ക് ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് സിനിമാ മേഖലയിൽ തന്നെ ഒരു ചേരിതിരിവുണ്ടായിരുന്നു. അതായത് പ്രമുഖരായ മുഖ്യധാര നടന്മാർക്ക് ഒപ്പം ആയിരുന്നില്ല നിവിൻ, മറ്റൊരു ചേരിയിലായിരുന്നു. സ്വാഭാവികമായി അങ്ങനൊരു ചേരിതിരിവിന്റെ പ്രശ്നമായി ഇതുമായി ബന്ധപ്പെട്ട് ഈ അമ്മ ഭാരവാഹികൾ അടക്കം ആരോപണ വിധേയരാകുകയും സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഒടുവിൽ പിരിച്ചുവിടലിലേക്ക് അല്ലെങ്കിൽ സ്ഥാനം രാജിവെച്ച് 17 പേരും തൽസ്ഥാനത്ത് നിന്ന് മാറുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിനിടയിലാണ് നിവിൻ പോളിയുമായി ബന്ധപ്പെട്ട്, അതായത് രണ്ടാം നിരയിലെ നായകന്മാരിൽ പ്രമുഖനായ നിവിൻ പോളിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വിവാദം ഉയരുന്നത്. സ്വാഭാവികമായി പൃഥ്വിരാജ് സംസാരിച്ചതുപോലെ ഈ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രണ്ടാം നിരയിലെ മുഖ്യ നടന്മാർ രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായാൽ സിനിമാ മേഖലയിൽ തന്നെ അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധിക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിനിടയിൽ നിവിൻ പോളി ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി നിവിനോടൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നിവിന് മുമ്പിൽ നിൽക്കുന്ന സഹപ്രവർത്തകർ തന്നെയാണോ ഇങ്ങനെയൊരു കൃത്യത്തിന് പിന്നിൽ എന്ന സംശയം ബലപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പിന്നീട് ഉണ്ടായിരിക്കുന്നതെല്ലാം. വസ്തുതാപരമായ അന്വേഷണം, അത് വിശദമായ അന്വേഷണം തന്നെ നടക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നതിൽ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. നമുക്കറിയാം, ഈ ആരോപണം ഉന്നയിച്ച യുവതി ആദ്യഘട്ടത്തിൽ നിവിൻ മർദ്ദിച്ചു എന്ന് മാത്രമായിരുന്നു പറഞ്ഞത്. പിന്നീടാണ് ആ മർദ്ദനം ലൈംഗികമായ ഉപദ്രവത്തെയാണ് മർദ്ദനമെന്ന് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായി നിവിൻ ഗുണ്ടയെ പോലെ പെരുമാറി എന്നൊക്കെ പിന്നീട് വിശദീകരണവുമായി രംഗത്തെത്തുന്ന പശ്ചാത്തലം. അതിന് പിന്നാലെയാണ് ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് നിവിൻ പോളി തന്നെ രംഗത്തെത്തുന്നത്. സ്വാഭാവികമായി ഈ പരാതി എഡിജിപിക്ക് കൈമാറിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ വിശദമായ അന്വേഷണം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ സിനിമയിൽ പല കോക്കസുകൾ പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ളവരുടെ ഭാഗമായാൽ മാത്രമേ അവസരങ്ങൾ ലഭിക്കൂ. അത് നടിമാർക്ക് മാത്രമല്ല നടന്മാർക്കും അങ്ങനെയുള്ള സാഹചര്യമുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള നിരീക്ഷണങ്ങൾ വരുന്നുണ്ട്. പല ഗ്രൂപ്പുകൾ സിനിമയ്ക്കകത്തുണ്ട്. ആ ഗ്രൂപ്പുകൾ തമ്മിൽ ചേരിപ്പവരുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലും അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു, നഷ്ടപ്പെടുന്നു
എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ സിനിമാ മേഖലയിൽ നിലനിൽക്കുമ്പോൾ ആണ് നിവിൻ പോളി വളരെ ഗൗരവതരമായ പരാതിയുമായി എത്തുന്നത്. തനിക്കെതിരായ ആക്ഷേപങ്ങൾക്ക് പിന്നിൽ സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള ഗൂഢാലോചനയാണോ എന്ന് സംശയമുണ്ട് എന്നും അത് അന്വേഷിക്കണം എന്നുമാണ് നിവിൻ പോളി ആവശ്യപ്പെടുന്നത്.